ഹലോ കൂട്ടുകാരെ, അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് റിവിഷൻ സീരീസ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് കറ്റാലിസിസ്. അപ്പൊ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഏരിയയുടെയും കറ്റാലിസിസ് എന്ന് പറയുന്ന ഏരിയയുടെയും ഒരു റിവിഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. റിവിഷൻ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ പോകുന്നത് MCQ ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കും. MCQ ക്വസ്റ്റ്യൻസും അതിന്റെ സോൾവിങ്ങും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ എന്റെ ചാനലിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും മോസ്റ്റ്ലി അപ്ലോഡ് ചെയ്യുക. നമ്മളിപ്പോൾ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. മൊഡ്യൂൾ 7 ഏകദേശം തീരാറായിട്ടുണ്ട്. MCQ സീരീസ് ആണിത്. ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഏരിയയും കറ്റാലിസിസ് എന്ന് പറയുന്ന ഏരിയയുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്, എൻസൈം കറ്റാലിസിസ്, കെമീസ് ഓപ്ഷൻ ആൻഡ് ഫിസിക്സ് ഓപ്ഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ ഐസോതെർംസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും, ഇത്രയും ഏരിയസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന്റെ സിലബസ് നിന്ന് കട്ട് ഔട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം പറയാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഹോമോജീനിയസ് ഉൽപ്രേരകത്തിന് ഉദാഹരണം? ഒന്നാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഹോമോജീനിയസ് ഉൽപ്രേരകത്തിന് ഉദാഹരണം? A ലോഹപ്പൊടി, B ഖര ഓക്സൈഡുകൾ, C ഒരു ലായനിയിൽ പ്രവർത്തിക്കുന്ന ആസിഡ്, D സുഷിരങ്ങളുള്ള ഖരപ്രതലം. ഓക്കെ, അപ്പൊ നമുക്ക് ഹോമോജീനിയസ് കറ്റാലിസിസ് എന്താണെന്ന് അറിയാം. ഹോമോജീനിയസ് കറ്റാലിസിസിൽ നമ്മൾ എടുക്കുന്ന കാറ്റലിസ്റ്റും അതുപോലെ തന്നെ റിയാക്ടൻസും ഒരേ മീഡിയത്തിലായിരിക്കണം അല്ലെ. അഭികാരകങ്ങളും ഈ പറയുന്ന ഉൽപ്രേരകവും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കതിനെ ഹോമോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയാം. ഇവിടെ ലോഹപ്പൊടി, ഖര ഓക്സൈഡുകൾ, ഒരു ലായനിയിൽ പ്രവർത്തിക്കുന്ന ആസിഡ്, സുഷിരങ്ങളുള്ള ഖരപ്രതലം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഒരു ലായനിയിൽ പ്രവർത്തിക്കുന്ന ആസിഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഒരു ലായനിയിൽ പ്രവർത്തിക്കുന്ന ആസിഡ്. ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം. ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിൽ അഭികാരകങ്ങളും ഉൽപ്രേരകവും ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിൽ അഭികാരകങ്ങളും ഉൽപ്രേരകവും ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഒരേ ഭൗതിക അവസ്ഥയിൽ, ഓപ്ഷൻ ബി വ്യത്യസ്ത ഭൗതികാവസ്ഥകളിൽ, ഓപ്ഷൻ സി എപ്പോഴും ദ്രാവക അവസ്ഥയിൽ, ഓപ്ഷൻ ഡി എപ്പോഴും ഖരാവസ്ഥയിൽ. അതെ, ഹെറ്ററോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത ഭൗതികാവസ്ഥകളിലായിരിക്കും ഉൽപ്രേരകവും അഭികാരകങ്ങളും കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ 2 ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ 3. സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന ജൈവ ഉൽപ്രേരകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന ജൈവ ഉൽപ്രേരകങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ എ കാറ്റലിസ്റ്റുകൾ, ഓപ്ഷൻ ബി ഇൻഹിബിറ്ററുകൾ, ഓപ്ഷൻ സി എൻസൈമുകൾ, ഓപ്ഷൻ ഡി റിയാക്ടന്റുകൾ. സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്ന ജൈവ ഉൽപ്രേരകങ്ങൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എൻസൈമുകൾ. വെരി ഗുഡ്. നാലാമത്തെ ചോദ്യം. ഒരു എൻസൈമിന്റെ പ്രവർത്തനക്ഷമത ഏറ്റവും കൂടുതലുള്ള താപനില അറിയപ്പെടുന്നത് എങ്ങനെ? ഒരു എൻസൈമിന്റെ പ്രവർത്തനക്ഷമത ഏറ്റവും കൂടുതലുള്ള താപനില അറിയപ്പെടുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ഡീനാച്ചുറേഷൻ താപനില, ഓപ്ഷൻ ബി ഇൻഹിബിറ്ററി താപനില, ഓപ്ഷൻ സി ഒപ്റ്റിമം താപനില, ഓപ്ഷൻ ഡി ത്രെഷോൾഡ് താപനില. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഒപ്റ്റിമം താപനിലയാണ്. ഒപ്റ്റിമം ടെമ്പറേച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ എൻസൈമിന്റെ ആക്ടിവിറ്റി പ്രവർത്തനക്ഷമതയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ ടേമാണ് യൂസ് ചെയ്തത്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോണേ. ഞാൻ ഇവിടെ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. എൻസൈമിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തന്മാത്രകളെ വിളിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ സബ്സ്ട്രേറ്റുകൾ, ഓപ്ഷൻ ബി ഉൽപ്പന്നങ്ങൾ, ഓപ്ഷൻ സി ഇൻഹിബിറ്ററുകൾ, ഓപ്ഷൻ ഡി കോഫാക്ടറുകൾ. അപ്പൊ നമ്മളോട് എൻസൈമിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന തന്മാത്രകളെ വിളിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. കറക്റ്റ് ആൻസർ അതെ, ഓപ്ഷൻ സി ഇൻഹിബിറ്ററുകൾ. ഓപ്ഷൻ സി ഇൻഹിബിറ്ററുകൾ. സിക്സ്ത് ക്വസ്റ്റ്യൻ. ലോക്ക് ആൻഡ് കീ മാതൃക ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോമോജീനിയസ് ഉൽപ്രേരണം, ഓപ്ഷൻ ബി ഹെറ്ററോജീനിയസ് ഉൽപ്രേരണം, ഓപ്ഷൻ സി എൻസൈം പ്രവർത്തനം, ഓപ്ഷൻ ഡി രാസസന്തുലിതാവസ്ഥ. നമ്മളോട് ചോദിച്ച ചോദ്യം ഇതാണ്.
ലോക്ക് ആൻഡ് കീ മാതൃക ഏത് പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, എൻസൈം പ്രവർത്തനം. ക്വസ്റ്റ്യൻ 7ലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിന് ഒരു ഉപയോഗം? താഴെ പറയുന്നവയിൽ ഏതാണ് ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിന്റെ ഒരു ഉപയോഗം? സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണം, ഓപ്ഷൻ ബി നൈട്രിക് ആസിഡ് നിർമ്മാണം, ഓപ്ഷൻ സി ഹൈഡ്രജനേഷൻ ഓഫ് ഓയിൽ, ഓപ്ഷൻ ഡി എസ്റ്ററുകളുടെ ജലവിശ്ലേഷണം. അപ്പൊ ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം, നൈട്രിക് ആസിഡിന്റെ നിർമ്മാണം, ഹൈഡ്രജനേഷൻ ഓഫ് ഓയിൽ, എസ്റ്ററുകളുടെ ജലവിശ്ലേഷണം ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ സി ആയിരിക്കും, ഹൈഡ്രജനേഷൻ ഓഫ് ഓയിൽസ് ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. നിക്കൽ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, ബാക്കി ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ്. ചോദ്യം, ഒരു എൻസൈമിന്റെ സജീവ സ്ഥാനത്ത് ആദ്യം ബന്ധിക്കുന്നത് ഏത് തന്മാത്രയാണ്? ഒരു എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ആദ്യം ബന്ധിക്കുന്നത് ഏത് തന്മാത്രയാണ്? ഓപ്ഷൻ എ ഇൻഹിബിറ്റർ, ഓപ്ഷൻ ബി ഉൽപ്പന്നം, ഓപ്ഷൻ സി സബ്സ്ട്രേറ്റ്, ഓപ്ഷൻ ഡി കോഎൻസൈം. അതെ, കറക്റ്റ് ആൻസർ സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റ് ആണ് ആദ്യം പോയിട്ട് ആക്റ്റീവ് സൈറ്റിൽ ബോണ്ട് ചെയ്യുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു കോഫാക്ടറിന്റെ ഉദാഹരണം? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു കോഫാക്ടറിന് ഉദാഹരണം? ഓപ്ഷൻ എ ഒരു പ്രോട്ടീൻ, ഓപ്ഷൻ ബി ഒരു ലിപ്പിഡ്, ഓപ്ഷൻ സി ഒരു ലോഹ അയോൺ, ഓപ്ഷൻ ഡി ഒരു കാർബോഹൈഡ്രേറ്റ്. താഴെ പറയുന്നതിൽ ഏതാണ് കോഫാക്ടറിന് ഉദാഹരണം എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഒരു ലോഹ അയോൺ. അടുത്തത് 10ാമത്തെ ചോദ്യം, എൻസൈമുകൾ സാധാരണയായി ഏത് തരം തന്മാത്രകൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? എൻസൈമുകൾ സാധാരണയായി ഏത് തരം തന്മാത്രകൾ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റുകൾ, ഓപ്ഷൻ ബി ലിപ്പിഡുകൾ, ഓപ്ഷൻ സി പ്രോട്ടീനുകൾ, ഓപ്ഷൻ ഡി ന്യൂക്ലിക് ആസിഡുകൾ. അതെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രോട്ടീനുകൾ. ആദ്യത്തെ 10 ചോദ്യങ്ങൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത 10 ചോദ്യങ്ങളിലേക്ക് പോവാം. അടുത്ത 10 ചോദ്യങ്ങളിലെ 1ാമത്തെ ചോദ്യം ഇതാണ്, ഒരു രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകം എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഒരു രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകം എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഓപ്ഷൻ എ ഉൽപ്പന്നങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു, ഓപ്ഷൻ ബി അഭികാരകങ്ങളുടെ അളവ് കുറയ്ക്കുന്നു, ഓപ്ഷൻ സി സജീവീകരണ ഊർജം കുറയ്ക്കുന്നു, ഓപ്ഷൻ ഡി താപനില വർദ്ധിപ്പിക്കുന്നു. ഓപ്ഷൻ എ ഉൽപ്പന്നങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു, ഓപ്ഷൻ ബി അഭികാരകങ്ങളുടെ അളവ് കുറയ്ക്കുന്നു, ഓപ്ഷൻ സി സജീവീകരണ ഊർജം കുറയ്ക്കുന്നു, ഓപ്ഷൻ ഡി താപനില വർദ്ധിപ്പിക്കുന്നു. ഇതിൽ സജീവീകരണ ഊർജം മീൻസ് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. കറക്റ്റ് ആൻസർ അത് തന്നെയാണ്. ഉൽപ്രേരകം എന്താ ചെയ്യുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ച് ആ ഒരു റിയാക്ഷൻ ഫാസ്റ്റ് ചെയ്യുവാണ് അല്ലെ. അപ്പൊ അതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിന് ഉദാഹരണം? പറയുന്നവയിൽ ഏതാണ് ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിന് ഉദാഹരണം? ഓപ്ഷൻ എ അയഡിൻ ലായനിയിൽ പൊട്ടാസ്യം അയഡൈഡിന്റെ പ്രവർത്തനം, ഓപ്ഷൻ ബി സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുള്ള എസ്റ്ററിഫിക്കേഷൻ, ഹെറ്ററോജീനിയസിന്റെ ഉദാഹരണമാണ്. ഓപ്ഷൻ സി നിക്കൽ ഉപയോഗിച്ചുള്ള എണ്ണകളുടെ ഹൈഡ്രജനേഷൻ, ഓപ്ഷൻ ഡി ഹോമോജീനിയസ് ആസിഡ് കറ്റാലിസിസ്. അപ്പൊ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓപ്ഷൻ ഡിയിൽ പറഞ്ഞിട്ടുണ്ട് ഹോമോജീനിയസ് ആസിഡ് കറ്റാലിസിസ്. അപ്പൊ തെറ്റാണ്. സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചുള്ള എസ്റ്ററിഫിക്കേഷനിൽ നമുക്ക് അറിയാം, എസ്റ്റർ എന്ന് പറയുന്നത് ആൽക്കഹോളും ആസിഡും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ എസ്റ്ററിഫിക്കേഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ സൾഫ്യൂരിക് ആസിഡ് ആൽക്കഹോളും ആസിഡും കൂടെ ചേർന്നിട്ട്, അപ്പൊ അവിടെ സൾഫ്യൂരിക് ആസിഡ് എല്ലാം ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അത് തെറ്റാണ്. അയഡിൻ ലായനിയിൽ പൊട്ടാസ്യം അയഡൈഡിന്റെ പ്രവർത്തനം, അത് നമ്മൾ പൊട്ടാസ്യം അയഡൈഡിനെ സൊല്യൂഷൻ ആക്കിയിട്ടാണ് അവിടെ എടുക്കുന്നത്. സോ അതുമല്ല. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി നിക്കൽ ഉപയോഗിച്ചുള്ള എണ്ണകളുടെ ഹൈഡ്രജനേഷൻ തന്നെയായിരിക്കും ഹെറ്ററോജീനിയസ് ഉൽപ്രേരകത്തിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് എൻസൈമുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ ഏതാണ്? എൻസൈമുകളുടെ പ്രവർത്തനത്തെ. പ്രഷർ, ഓപ്ഷൻ ബി വോളിയം, ഓപ്ഷൻ സി pH, ഓപ്ഷൻ ഡി സാന്ദ്രത. എൻസൈമുകളുടെ പ്രവർത്തനം, അതെ, ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തന്നെ ഒപ്റ്റിമം pHലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 4ാമത്തെ ചോദ്യം, ഒരു എൻസൈം ഒരു പ്രത്യേക സബ്സ്ട്രേറ്റുമായി മാത്രം ബന്ധിപ്പിക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു എൻസൈം ഒരു പ്രത്യേക സബ്സ്ട്രേറ്റുമായിട്ട് മാത്രം ബന്ധിപ്പിക്കുക? ഓപ്ഷൻസ് നോക്കാം. ഉയർന്ന താപനില, ഉയർന്ന pH, സജീവ സ്ഥാനത്തിന്റെ പ്രത്യേക ആകൃതി, കുറഞ്ഞ എൻസൈം സാന്ദ്രത. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് സ്പെസിഫിസിറ്റിയുടെ കാരണം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സജീവ സ്ഥാനത്തിന്റെ പ്രത്യേക ആകൃതിയാണ് ഒരു പെർട്ടിക്കുലർ എൻസൈം ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൽ മാത്രം പോയി
ബന്ധപ്പെടാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ സെറ്റിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലോഹ ഉൽപ്രേരകങ്ങൾ സാധാരണയായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഹോമോജീനിയസ് ഉൽപ്രേരകങ്ങൾ, ഹെറ്ററോജീനിയസ് ഉൽപ്രേരകങ്ങൾ, എൻസൈം ഉൽപ്രേരകങ്ങൾ, ഓട്ടോ കാറ്റലിസ്റ്റുകൾ. ലോഹ ഉൽപ്രേരകങ്ങൾ അതായത് മെറ്റൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സാധാരണയായി ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ എ ഹോമോജീനിയസ് ഉൽപ്രേരകങ്ങൾ, ഓപ്ഷൻ ബി ഹെറ്ററോജീനിയസ് ഉൽപ്രേരകങ്ങൾ, ഓപ്ഷൻ സി എൻസൈം ഉൽപ്രേരകങ്ങൾ, ഓപ്ഷൻ ഡി ഓട്ടോ കാറ്റലിസ്റ്റുകൾ. അതെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഹെറ്ററോജീനിയസ് ഉൽപ്രേരകങ്ങൾക്ക് ഉദാഹരണമാണ് ലോഹ ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, ഒരു രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകം ഉപയോഗിക്കുന്നതിന്റെ പ്രധാന നേട്ടം എന്താണ്? രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകത്തിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഓപ്ഷൻ എ ഉൽപ്പന്നങ്ങളുടെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നു, ഓപ്ഷൻ ബി രാസപ്രവർത്തനം കൂടുതൽ സാവധാനത്തിലാക്കുന്നു, ഓപ്ഷൻ സി കുറഞ്ഞ ഊർജത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു, ഓപ്ഷൻ ഡി അഭികാരകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഇതേതായിരിക്കും കറക്റ്റ് ആൻസർ? ഉൽപ്പന്നങ്ങളുടെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നു ആണോ കാറ്റലിസ്റ്റ്? രാസപ്രവർത്തനം കൂടുതൽ സാവധാനത്തിലാക്കുന്നു, അതാണോ കാറ്റലിസ്റ്റ് ചെയ്യുന്നത്? കുറഞ്ഞ ഊർജത്തിൽ കൂടുതൽ, അതന്നെ കുറഞ്ഞ ഊർജത്തിൽ. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സി ആയിരിക്കും. കുറഞ്ഞ ഊർജത്തിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നു എന്നതാണ് രാസപ്രവർത്തനത്തിൽ ഉൽപ്രേരകം ഉപയോഗിക്കുന്നതിന്റെ പ്രധാന നേട്ടം എന്നത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എൻസൈമിന്റെ പ്രോട്ടീൻ ഇതര ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെ? എൻസൈമിന്റെ പ്രോട്ടീൻ അല്ലാത്ത ഭാഗത്തെ അറിയപ്പെടുന്നത് എന്ത്? ഓപ്ഷൻ എ അപ്പോ എൻസൈം, ഓപ്ഷൻ ബി ഹോളോ എൻസൈം, ഓപ്ഷൻ സി കോഫാക്ടർ, ഓപ്ഷൻ ഡി സബ്സ്ട്രേറ്റ്. എൻസൈമിന്റെ പ്രോട്ടീൻ ഇതര ഭാഗം അറിയപ്പെടുന്നത് കോഫാക്ടർ എന്നാണ്. അപ്പൊ എൻസൈമിന്റെ പ്രോട്ടീൻ ഇതര ഭാഗം അറിയപ്പെടുന്നത് കോഫാക്ടർ എന്നാണ്. അപ്പോ എൻസൈം, ഹോളോ എൻസൈം, സബ്സ്ട്രേറ്റ് എന്നൊന്നും അല്ല. എൻസൈമിന്റെ പ്രോട്ടീൻ ഇതര ഭാഗം അറിയപ്പെടുന്നത് കോഫാക്ടർ എന്ന ടേം കൊണ്ടാണ്. ഇനി ഏതുതരം ഉൽപ്രേരകമാണ് വ്യാവസായിക പ്രക്രിയകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്? ഏതുതരം ഉൽപ്രേരകമാണ് വ്യാവസായിക പ്രക്രിയകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഹോമോജീനിയസ് ഉൽപ്രേരകങ്ങൾ, ഓപ്ഷൻ ബി ഹെറ്ററോജീനിയസ് ഉൽപ്രേരകങ്ങൾ, ഓപ്ഷൻ സി എൻസൈം ഉൽപ്രേരകങ്ങൾ, ഓപ്ഷൻ ഡി ഓട്ടോ കാറ്റലിസ്റ്റുകൾ. അപ്പോ വ്യാവസായിക പ്രക്രിയകളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഉൽപ്രേരകം എന്നത് ഹെറ്ററോജീനിയസ് ഉൽപ്രേരകമാണ്. അത് നമുക്ക് ഹൈഡ്രജനേഷൻ ഓഫ് ഓയിൽസ് പറഞ്ഞപ്പോൾ നിക്കൽ ഹെറ്ററോജീനിയസ് ഉൽപ്രേരകമാണ്. അപ്പൊ അത് തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പഠിക്കാം. വ്യാവസായിക പ്രക്രിയകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഹെറ്ററോജീനിയസ് ഉൽപ്രേരകമാണ്. അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. അടുത്തത് ഒൻപതാമത്തെ ചോദ്യം, ഒരു എൻസൈമിന്റെ സജീവ സ്ഥാനം അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒരു എൻസൈമിന്റെ സജീവ സ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ എൻസൈമിന്റെ ഉപരിതലത്തിൽ ഒരു ചെറിയ പോക്കറ്റ്, ഓപ്ഷൻ ബി എൻസൈമിന്റെ കേന്ദ്രത്തിൽ, ഓപ്ഷൻ സി എൻസൈമിന്റെ ഏതെങ്കിലും ഭാഗത്ത്, ഓപ്ഷൻ ഡി എൻസൈമിന് പുറത്ത്. ഓക്കെ, ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം. എൻസൈമിന്റെ ഉപരിതലത്തിലുള്ള ഒരു ചെറിയ പോക്കറ്റ് ആണ് ഈ പറയുന്ന സജീവ സ്ഥാനം എന്ന് പറയുന്നത്. എൻസൈമിന്റെ ഉപരിതലത്തിലുള്ള ഒരു ചെറിയ പോക്കറ്റിനെയാണ് നമ്മൾ ഈ സജീവ സ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകണം. എൻസൈമുകൾ അവയുടെ പ്രവർത്തനത്തിൽ വളരെ സെലക്റ്റീവ് ആകാനുള്ള കാരണം എന്താണ്? എൻസൈമുകൾ അവയുടെ പ്രവർത്തനത്തിൽ വളരെ സെലക്റ്റീവ് ആകാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ ഉയർന്ന തന്മാത്രാഭാരം, ഓപ്ഷൻ ബി സങ്കീർണമായ ഘടന, ഓപ്ഷൻ സി സബ്സ്ട്രേറ്റ് ബന്ധനത്തിനായുള്ള പ്രത്യേക സജീവ സ്ഥാനം, ഓപ്ഷൻ ഡി ജലത്തിൽ ലയിക്കാനുള്ള കഴിവ്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. സബ്സ്ട്രേറ്റ് ബന്ധനത്തിനായുള്ള പ്രത്യേക സജീവ സ്ഥാനമാണ് എൻസൈമുകൾ അവയുടെ പ്രവർത്തനത്തിൽ വളരെ സെലക്റ്റീവ് ആകാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെറ്റിലുള്ള 10 ചോദ്യങ്ങളും കഴിഞ്ഞു. 10ഉം 10ഉം 20 ചോദ്യങ്ങളും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, എളുപ്പമുള്ളതുമായിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് പോവാം. രണ്ടാമത്തെ സെറ്റിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഓട്ടോ കാറ്റലിസ്റ്റ് എന്നാൽ എന്ത്? ഓട്ടോ കാറ്റലിസ്റ്റ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ രാസപ്രവർത്തനത്തിന്റെ വേഗം കുറയ്ക്കുന്ന ഒരു പദാർത്ഥം, ഓപ്ഷൻ ബി രാസപ്രവർത്തനത്തിൽ ഉപയോഗിക്കാത്ത ഒരു പദാർത്ഥം, ഓപ്ഷൻ സി രാസപ്രവർത്തനത്തിന്റെ ഉൽപ്പന്നം തന്നെ ഉൽപ്രേരകമായി പ്രവർത്തിക്കുന്നത്, ഓപ്ഷൻ ഡി ഒരു പ്രത്യേക താപനിലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഉൽപ്രേരകം. ഓട്ടോ കാറ്റലിസ്റ്റ്, ഓട്ടോ എന്ന് പറയുന്നത് ടേം എന്താ മീൻ ചെയ്യുന്നത്? സെൽഫ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് സി ആണ്. രാസപ്രവർത്തനത്തിന്റെ ഉൽപ്പന്നം തന്നെ ഉൽപ്രേരകമായി പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ഓട്ടോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ ഏത് പ്രക്രിയയിലാണ് ഹോമോജീനിയസ് ഉൽപ്രേരണം ഉപയോഗിക്കുന്നത്? അപ്പൊ കഴിഞ്ഞ 2 സെറ്റിലും ഹെറ്ററോജീനിയസ് ഉൽപ്രേരണത്തിന് ഉദാഹരണങ്ങളാണ് ചോദിച്ചിരുന്നെങ്കിൽ മൂന്നാമത്തെ സെറ്റിൽ ഹോമോജീനിയസ് ഉൽപ്രേരണത്തിന്റെ ഉപയോഗമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം, അതായത് ഹേബർ പ്രക്രിയ,
ഓപ്ഷൻ ബി സസ്യ എണ്ണകളുടെ ഹൈഡ്രോജനേഷൻ. അപ്പൊ അവിടെ നിന്ന് തന്നെ ഇത് ഹെട്രോജീനിയസ് ആണെന്ന് മനസ്സിലായി. ഇനി ഓസോൺ പാളിയുടെ വിഘടനത്തിൽ ക്ലോറിൻ റാഡിക്കലുകളുടെ പങ്ക്. ഓപ്ഷൻ സി ഓസോൺ പാളികളുടെ വിഘടനത്തിൽ ക്ലോറിൻ റാഡിക്കലുകളുടെ പങ്ക്. ഓപ്ഷൻ ഡി വാഹനങ്ങളിൽ നിന്നുള്ള വിഷവാതകങ്ങളെ മാറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചത് ഹോമോജീനിയസിന് ഉദാഹരണമാണ്. ഏതായിരിക്കും? അപ്പൊ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണം എന്ന് പറയുമ്പോൾ N2+3H2 gives 2NH3. ഇവിടെ അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അയൺ കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ അതെന്ന് പറയുന്നത് ഹെട്രോജീനിയസിന് ഉദാഹരണമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹോമോജീനിയസിന് ഉദാഹരണമാണ്. ഇനി ഓസോൺ പാളിയുടെ വിഘടനത്തിൽ ക്ലോറിൻ റാഡിക്കലുകൾ എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. അത് Cl2 ഈ ഗേഷ്യസ് ഫോം ആണ്. ഓസോൺ എന്ന് പറയുന്നത് O3 ഇൻ ഗേഷ്യസ് ഫോം ആണ്. അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആയിരിക്കും. അതായത് ഹോമോജീനിയസ് കറ്റാലിസിന് എക്സാമ്പിൾ ആയിരിക്കും ഓസോൺ പാളിയുടെ വിഘടനത്തിൽ ക്ലോറിൻ റാഡിക്കലുകളുടെ പങ്ക്. ക്ലിയർ അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. എൻസൈമിന്റെ പ്രവർത്തനത്തിൽ കോ എൻസൈമിന്റെ പങ്ക് എന്താണ്? ഓപ്ഷൻ എ എൻസൈമിന്റെ ഘടനയെ സ്ഥിരപ്പെടുത്തുന്നു. ഓപ്ഷൻ ബി സബ്സ്ട്രേറ്റുമായി ബന്ധിപ്പിക്കാൻ എൻസൈമിനെ സഹായിക്കുന്നു. ഓപ്ഷൻ സി രാസപ്രവർത്തനത്തിൽ താൽക്കാലികമായി ഗ്രൂപ്പുകളെ വഹിക്കുന്നു. ഓപ്ഷൻ ഡി സി എൻസൈമിന്റെ സജീവ സ്ഥാനം തടയുന്നു. അപ്പൊ എൻസൈമിന്റെ സജീവ സ്ഥാനം തടയുന്നു എന്നുള്ളതല്ല കോ എൻസൈമിന്റെ പങ്ക്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ഇതിൽ നിന്ന് അല്ലാന്ന് തന്നെ ഉറപ്പിക്കാം. പിന്നെ എൻസൈമിന്റെ ഘടനയെ സ്ഥിരപ്പെടുത്തുന്നു ആണോ കോ എൻസൈമിന്റെ പങ്ക്? അതോ സബ്സ്ട്രേറ്റുമായി ബന്ധിപ്പിക്കാൻ എൻസൈമിനെ സഹായിക്കുന്ന ആളാണോ കോ എൻസൈം? ശരി ഉത്തരം ഇവിടെ ഇതാണ്. രാസപ്രവർത്തനത്തിൽ താൽക്കാലികമായി ഗ്രൂപ്പുകളെ വഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കോ എൻസൈം എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ താൽക്കാലികമായിട്ട് ഗ്രൂപ്പുകളെ വഹിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കോ എൻസൈം എന്ന് വിളിക്കുന്നത് എൻസൈം കറ്റാലിസിസിൽ. ഓക്കെ അല്ലേ? നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ സെറ്റിലെ നാലാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലോഹ ഓക്സൈഡ് ഉൽപ്രേരകത്തിന് ഉദാഹരണം? അപ്പൊ ഇവിടെ ഓക്സൈഡ് ഉണ്ട് അല്ലെ? പ്ലാറ്റിനത്തിൽ ഓക്സൈഡ് ഇല്ല, നിക്കലിൽ ഓക്സൈഡ് ഇല്ല, ഇരുമ്പിൽ ഓക്സൈഡ് ഇല്ല. അപ്പൊ കറക്റ്റ് ഏതായിരിക്കും? വനേഡിയം പെന്റോക്സൈഡ് ആയിരിക്കും ലോഹ ഓക്സൈഡ് ഉൽപ്രേരകത്തിന് ഉദാഹരണം. ഓക്കെ, സിമ്പിൾ ആയി പോയി അല്ലെ? അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. എൻസൈം ഇൻഹിബിഷൻ എത്ര തരമുണ്ട്? കറക്റ്റ് ആൻസർ 4 ആണ്. 4 തരത്തിലുള്ള എൻസൈം ഇൻഹിബിഷൻ ഉണ്ട്. അടുത്ത ആറാമത്തെ ചോദ്യം. ടേൺ ഓവർ നമ്പർ എന്നത് എൻസൈം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത് എൻസൈം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ഒരു എൻസൈം തന്മാത്ര ഒരു നിശ്ചിത സമയം കൊണ്ട് മാറ്റുന്ന സബ്സ്ട്രേറ്റ് തന്മാത്രകളുടെ എണ്ണം. ഓപ്ഷൻ ബി ഒരു രാസപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന എൻസൈമിന്റെ അളവ്. ഓപ്ഷൻ സി ഒരു എൻസൈമിന്റെ മൊത്തത്തിലുള്ള ഭാരം. ഓപ്ഷൻ ഡി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെ സ്ഥിരത. അപ്പൊ ടേൺ ഓവർ നമ്പർ എന്നത് എൻസൈം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം വരുന്നത് ഒരു എൻസൈം തന്മാത്ര ഒരു നിശ്ചിത സമയം കൊണ്ട് മാറ്റുന്ന സബ്സ്ട്രേറ്റ് തന്മാത്രകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ടേൺ ഓവർ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. ഏത് തരം ഉൽപ്രേരകമാണ് ലായന ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്? ഏത് തരം ഉൽപ്രേരകമാണ്? ഓപ്ഷൻ എ ഹെട്രോജീനിയസ് ഉൽപ്രേരകങ്ങൾ. ഓപ്ഷൻ ബി ഹോമോജീനിയസ് ഉൽപ്രേരകങ്ങൾ. ഓപ്ഷൻ സി ഖര ഉൽപ്രേരകങ്ങൾ. ഓപ്ഷൻ ഡി എൻസൈം ഉൽപ്രേരകങ്ങൾ. അപ്പൊ ലായന ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ലായന ഘട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലയിപ്പിച്ച് ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഹോമോജീനിയസ് ഉൽപ്രേരകങ്ങളായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ മാത്രമേ നമുക്ക് ലയിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത എട്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ഘടകം എൻസൈമിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാം? ഏത് ഘടകമാണ് എൻസൈമിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? ഓപ്ഷൻ എ ഒപ്റ്റിമം pH പ്രതികൂലമായി ബാധിക്കുമോ? ഇല്ല. ഓപ്ഷൻ ബി ഒപ്റ്റിമം താപനില പ്രതികൂലമായി ബാധിക്കുമോ? ഇല്ല. ഓപ്ഷൻ സി ഉയർന്ന താപനില. ഓപ്ഷൻ ഡി ശരിയായ സബ്സ്ട്രേറ്റ് സാന്ദ്രത. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഉയർന്ന താപനില പ്രതികൂലമായി എൻസൈം പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ഹെട്രോജീനിയസ് ഉൽപ്രേരണത്തിന്റെ ആദ്യ പടി എന്താണ്? നമ്മൾ മെക്കാനിസം പഠിച്ചില്ലേ, അതാണ് സംഭവം. ഓപ്ഷൻ എ ഉൽപ്പന്നങ്ങളുടെ രൂപീകരണം. ഓപ്ഷൻ ബി ഉൽപ്രേരക പ്രതലത്തിൽ അഭികാരകങ്ങളുടെ അഡ്സോർപ്ഷൻ. ഓപ്ഷൻ സി സജീവീകരണ ഊർജം കുറയൽ. ഓപ്ഷൻ ഡി അഭികാരകങ്ങളുടെ കൂട്ടിയിടി. അപ്പൊ ഹെട്രോജീനിയസ് ഉൽപ്രേരണത്തിന്റെ, അതായത് ഹെട്രോജീനിയസ് കറ്റാലിസിസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ അവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉൽപ്രേരക പ്രതലത്തിൽ അഭികാരകങ്ങളുടെ അഡ്സോർപ്ഷൻ, അതായത് എൻസൈമിന്റെ സർഫസിൽ ഈ റിയാക്ടൻസിന്റെ അഡ്സോർപ്ഷൻ ആണ് നമ്മൾ അവിടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പഠിച്ചത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.
ഇനി ഈ ഒരു സെറ്റിലെ മൂന്നാമത്തെ സെറ്റിലെ 10ാമത്തെ ചോദ്യം, അതായത് ഈ സെറ്റിലെ അവസാനത്തെ ചോദ്യം ഇതാണ്: എൻസൈമുകൾക്ക് ഉയർന്ന പ്രത്യേകത അല്ലെങ്കിൽ ഹൈ സ്പെസിഫിസിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ, അവ വലിയ തന്മാത്രകളാണ്. ഓപ്ഷൻ ബി, അവ പ്രോട്ടീനുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, അവയുടെ സജീവ സ്ഥാനത്തിന് സബ്സ്ട്രേറ്റുമായി ചേരാനുള്ള തനതായ ആകൃതിയുണ്ട്. ഓപ്ഷൻ ഡി, അവ ജലത്തിൽ ലയിക്കുന്നവയാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? എൻസൈമുകൾക്ക് ഉയർന്ന പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണം അവയുടെ സജീവ സ്ഥാനത്തിന് സബ്സ്ട്രേറ്റുമായി ചേരാനുള്ള തനതായ ആകൃതിയുണ്ട്. അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മളിവിടെ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 സെറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈസി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. 4ാമത്തെ സെറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കെമീസ് ഓപ്ഷൻ അല്ലെങ്കിൽ രാസാഗീരണം, ഫിസിക്സ് ഓപ്ഷൻ അല്ലെങ്കിൽ ഭൗതിക ആഗിരണം, ഈ പറയുന്ന ഏരിയയിൽ നിന്ന് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് 4ാമത്തെ സെറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ 1ാമത്തെ ചോദ്യം നോക്കാം. കെമീസ് ഓപ്ഷനിൽ അഡ്സോർബേറ്റീവ്, അതായത് ആഗിരണം ചെയ്യപ്പെടുന്ന പദാർത്ഥം, അഡ്സോർബന്റും, അതായത് ആഗിരണം ചെയ്യുന്ന പ്രതലം തമ്മിൽ ഏതുതരം ബന്ധനമാണ് ഉണ്ടാകുന്നത്? കെമീസ് ഓപ്ഷനിൽ അഡ്സോർബേറ്റും അഡ്സോർബന്റും തമ്മിൽ ഏത് തരം ബന്ധനമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ, ദുർബലമായ വാൻഡർവാൾസ് ബലം. ഓപ്ഷൻ ബി, ശക്തമായ രാസബന്ധനം. ഓപ്ഷൻ സി, ഹൈഡ്രജൻ ബന്ധനം. ഓപ്ഷൻ ഡി, ഡിസ്പെർഷൻ ബലം. ഏതായിരിക്കും? അത് തന്നെ. അപ്പൊ കറക്റ്റ് ആയ ഉത്തരം എന്ന് പറയുന്നത് ശക്തമായ രാസബന്ധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കെമീസ് ഓപ്ഷൻ എന്ന് പറയുന്ന പേര് വന്നത്. രാസബന്ധനം അല്ലെ രാസ ആഗീരണമാണ് ഇവിടെ നടക്കുന്നത്. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ സെറ്റിലെ 2ാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ഏതാണ് ഫിസിക്സ് ഓപ്ഷന്റെ ഒരു പ്രധാന സവിശേഷത? ഉയർന്ന താപനിലയിൽ ശക്തമായി നടക്കുന്നു. ഫിസിക്സ് ഓപ്ഷൻ ഉയർന്ന താപനിലയിൽ ശക്തമായി നടക്കുന്നു. ഫിസിക്സ് ഓപ്ഷൻ ഇത് ഒരു പാളിൽ ആയി മാത്രമേ നടക്കുള്ളൂ, വിച്ച് മീൻസ് യൂണിലെയർ ആണ്. ഇത് യൂണിലെയർ അഡ്സോർപ്ഷൻ ആണ്. ഓപ്ഷൻ സി, ഇത് താപനില കുറയുമ്പോൾ വർദ്ധിക്കുന്നു. ഓപ്ഷൻ ഡി, ഇതിന് ഉയർന്ന സജീവീകരണ ഊർജം ആവശ്യമാണ്. അപ്പോ ഫിസിക്സ് ഓപ്ഷന്റെ ഒരു പ്രധാന സവിശേഷത ഏതാ? ഇത് താപനില കുറയുമ്പോൾ വർദ്ധിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത് താപനില കുറയുമ്പോൾ വർദ്ധിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ലോഹോപരിതലത്തിൽ ഹൈഡ്രജൻ ആഗിരണം ചെയ്യുന്നത് ഏത് പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? ലോഹോപരിതലത്തിൽ ഹൈഡ്രജൻ ആഗിരണം ചെയ്യുന്നത് ഏത് പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ, ഫിസിക്സ് ഓപ്ഷൻ മാത്രം. ഓപ്ഷൻ ബി, കെമീസ് ഓപ്ഷൻ മാത്രം. ഓപ്ഷൻ സി, ആദ്യം ഫിസിക്സ് ഓപ്ഷനും പിന്നീട് കെമീസ് ഓപ്ഷനും. ഓപ്ഷൻ ഡി, ആദ്യം കെമീസ് ഓപ്ഷനും പിന്നീട് ഫിസിക്സ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ ഇതാണ്: ലോഹോപരിതലത്തിൽ സർഫസ് ഓഫ് മെറ്റൽസിൽ ഹൈഡ്രജൻ ആഗിരണം ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഇവിടെ ഹൈഡ്രജനേഷൻ നടത്തുന്നത്, മെറ്റൽ സർഫസിൽ ഹൈഡ്രജനേഷൻ നടത്തുന്നത് ഏത് തരത്തിലുള്ള ഫിസിക്സ് ഓപ്ഷൻ ആണോ കെമീസ് ഓപ്ഷൻ ആണെന്നാണ് ചോദ്യം. ഏത് തരത്തിലുള്ള പ്രതിഭാസമാണെന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. ആദ്യം ഫിസിക്സ് ഓപ്ഷൻ, ഫസ്റ്റ് ഫിസിക്സ് ഓപ്ഷൻ, പിന്നീട് എന്ത് സംഭവിക്കും? ഇത് രാസബന്ധനത്തിന് വിധേയമാവും. ദാറ്റ് ഈസ് കെമീസ് ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ആദ്യം ഫിസിക്സ് ഓപ്ഷനും പിന്നീട് കെമീസ് ഓപ്ഷനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ചോദ്യം: ഫിസിക്സ് ഓപ്ഷന്റെ എൻതാൽപ്പി സാധാരണയായി ഏത് പരിധിയിലാണ്? ഫിസിക്സ് ഓപ്ഷന്റെ എൻതാൽപ്പി, അതായത് ഭൗതിക അഡ്സോർപ്ഷന്റെ എൻതാൽപ്പി സാധാരണയായി ഏത് പരിധിയിലാണ്? നമുക്കറിയാം ഭൗതിക എൻതാൽപ്പി അല്ലെങ്കിൽ ഭൗതിക ആഗിരണം എന്ന് പറയുന്നത് വണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതായത് വളരെ ദുർബലമായ ഒരു അട്രാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 200-400 ആണ് ഓപ്ഷൻ കിലോ ജൂൾ പെർ മോൾ. ഓപ്ഷൻ ബി 80 to 200 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓപ്ഷൻ സി 20 to 40 കിലോ ജൂൾ പെർ മോൾ ആണ്. ഓപ്ഷൻ ഡി 400 to 800 കിലോ ജൂൾ പെർ മോൾ. വളരെ വീക്ക് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ, 20 to 40 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ അല്ലേ? അടുത്തത് 5ാമത്തെ ചോദ്യം ഓപ്ഷൻ 4-ലെ സെറ്റ് 4-ലെ 5ാമത്തെ ചോദ്യം ഇതാണ്: കെമീസ് ഓപ്ഷൻ ഏത് സ്വഭാവം കാണിക്കുന്നു? റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ, താപനിലയിൽ മാറ്റം വരുത്താതെ നടക്കുന്നു, വളരെ കുറഞ്ഞ താപനിലയിൽ മാത്രം നടക്കുന്നു. കെമീസ് ഓപ്ഷൻ ഏത് സ്വഭാവം കാണിക്കുന്നു? അപ്പോൾ ഇവിടെ കെമീസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ബോണ്ടിങ്ങിൽ ഏർപ്പെടുവാണ്. സോ ഇത് റിവേഴ്സിബിൾ അല്ല. താപനിലയിൽ മാറ്റം വരുത്താതെ നടക്കുന്നു, അല്ല. വളരെ കുറഞ്ഞ താപനിലയിൽ മാത്രം നടക്കുന്നു, അതുമല്ല. സോ കെമീസ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇറിവേഴ്സിബിൾ സ്വഭാവം കാണിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെറ്റ് 4-ലെ 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു വാതകത്തിന്റെ ഫിസിക്സ് ഓപ്ഷനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഒരു വാതകത്തിന്റെ ഫിസിക്സ് ഓപ്ഷനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? വാതകത്തിന്റെ രാസ സ്വഭാവം, ബി താപനില, സി ഉപരിതലത്തിന്റെ ഘടന, ഡി ബന്ധനത്തിന്റെ ശക്തി. അപ്പൊ വാതക ഫിസിക്സ് ഓപ്ഷൻ ആണ്. അവിടെ താപനിലയായിരിക്കും കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ
ആ ഫിസിക്സ് ഓപ്ഷൻ കുറയും അല്ലെ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നതും അനുസരിച്ചിട്ടാണ് ഫിസിക്സ് ഓപ്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് താപനിലയായിരിക്കും ഇവിടെ പ്രധാന ഘടകമായി വരുന്നത്. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ഏത് പ്രക്രിയയിലാണ് കെമീസ് ഓപ്ഷൻ പ്രധാന പങ്ക് വഹിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് പ്രക്രിയയിലാണ് കെമീസ് ഓപ്ഷൻ പ്രധാന പങ്ക് വഹിക്കുന്നത്? കെമീസ് ഓപ്ഷൻ സിലിക്ക ജെൽ ഉപയോഗിച്ച് ജലം നീക്കം ചെയ്യൽ. ഓപ്ഷൻ എ സിലിക്ക ജെൽ ഉപയോഗിച്ച് ജലം നീക്കം ചെയ്യൽ. ഓപ്ഷൻ ബി കൽക്കരി ഉപയോഗിച്ച് വാതകങ്ങളെ ആഗിരണം ചെയ്യൽ. ഓപ്ഷൻ സി ഹേബർ പ്രക്രിയയിൽ നൈട്രജനും ഹൈഡ്രജനും ഇരുമ്പിന്റെ ഉപരിതലത്തിൽ പ്രതിപ്രവർത്തിക്കുന്നത്. ഓപ്ഷൻ ഡി വസ്ത്രങ്ങളിൽ നിന്നുള്ള പൊടിപടലങ്ങൾ നീക്കം ചെയ്യൽ. അപ്പൊ നമുക്ക് കെമീസ് ഓപ്ഷൻ പ്രധാന പങ്ക് വഹിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതിലാണെന്നാണ് ചോദ്യം. അപ്പൊ കെമീസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫോർമേഷൻ ഓഫ് അമോണിയ ബൈ ഹേബർ പ്രോസസ് ആയിരിക്കും. അതായത് ഹേബർ പ്രക്രിയയിൽ നൈട്രജനും ഹൈഡ്രജനും ഇരുമ്പിന്റെ ഉപരിതലത്തിൽ പ്രതിപ്രവർത്തിക്കുന്നതായിരിക്കും കെമീസ് ഓപ്ഷന് ഉദാഹരണമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്സ് ഓപ്ഷൻ പാളികളുടെ എണ്ണം എത്രയായിരിക്കും? ഫിസിക്സ് ഓപ്ഷൻ പാളികളുടെ എണ്ണം എത്രയായിരിക്കും? അതായത് നമുക്കറിയാം യൂണി ലെയർ ആണോ മൾട്ടി ലെയർ ആണോ, ഇപ്പൊ ഫിസിക്സ് ഓപ്ഷൻ പാളികളുടെ എണ്ണം എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ എപ്പോഴും ഒരു പാളി മാത്രം. ഓപ്ഷൻ ബി ഒന്നോ അതിലധികമോ പാളികൾ. ഓപ്ഷൻ സി താപനിലയെ ആശ്രയിച്ച് മാത്രം. ഓപ്ഷൻ ഡി പ്രഷറിനെ ആശ്രയിച്ച് മാത്രം. നമ്മളോട് പാളികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നോ അതിലധികമോ പാളികളാവാം ഫിസിക്സ് ഓപ്ഷന്. ഓക്കെ, ഇനി കെമീസ് ഓപ്ഷന് ഉയർന്ന സജീവീകരണ ഊർജം ആവശ്യം വരാനുള്ള കാരണം എന്താണ്? കെമീസ് ഓപ്ഷന് ഉയർന്ന സജീവീകരണ ഊർജം ആവശ്യമായി വരാനുള്ള കാരണം എന്താണ്? ദുർബലമായ വാൻഡർവാൾസ് ബലം മറികടക്കാനാണ് ഉയർന്ന സജീവീകരണ ഊർജം വേണ്ടത് ആണോ? അറിയില്ല. ഓപ്ഷൻ ബി പുതിയ രാസബന്ധനങ്ങൾ രൂപം കൊള്ളാൻ ഉയർന്ന സജീവീകരണ ഊർജം ആവശ്യമായി വരുന്നു ആണോ? അറിയില്ല. താപനില വർദ്ധിപ്പിക്കാൻ, ഉപരിതല വിസ്തീർണം കൂട്ടാൻ. ഓക്കെ, ഓപ്ഷൻ എ ദുർബലമായ വാൻഡർവാൾസ് ബലം മറികടക്കാൻ. ഓപ്ഷൻ ബി പുതിയ രാസബന്ധനങ്ങൾ രൂപം കൊള്ളാൻ. ഓപ്ഷൻ സി താപനില വർദ്ധിപ്പിക്കാൻ. ഓപ്ഷൻ ഡി ഉപരിതല വിസ്തീർണം കൂട്ടാൻ. അപ്പൊ നമുക്ക് കെമീസ് ഓപ്ഷൻ ആണല്ലേ. അപ്പൊ കെമീസ് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ രാസബന്ധനങ്ങൾ രൂപം കൊള്ളാനായിരിക്കും കൂടുതൽ ആക്ടിവേഷൻ എനർജി ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ 9ന്റെ ആൻസർ എന്ന് പറയുന്നത് പുതിയ രാസബന്ധനങ്ങൾ രൂപം കൊള്ളാൻ എന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു നിശ്ചിത താപനിലയിലും പ്രഷറിലും ഏത് വാതകമാണ് ഒരു പ്രതലത്തിൽ കൂടുതൽ ഫിസിസോർബ് ചെയ്യപ്പെടുക? ഒരു നിശ്ചിത താപനിലയിലും പ്രഷറിലും, അപ്പൊ ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. ഏത് വാതകമാണ് ഒരു പ്രതലത്തിൽ കൂടുതൽ ഫിസിസോർബ് ചെയ്യപ്പെടുന്നത്? ഓപ്ഷൻ എ ഉയർന്ന ക്രിട്ടിക്കൽ താപനിലയിലുള്ള വാതകം. ഓപ്ഷൻ ബി കുറഞ്ഞ ക്രിട്ടിക്കൽ താപനിലയിലുള്ള വാതകം. ഓപ്ഷൻ സി രാസപരമായി കൂടുതൽ പ്രതിപ്രവർത്തന ശേഷിയുള്ള വാതകം. ഓപ്ഷൻ ഡി കുറഞ്ഞ തന്മാത്രാഭാരമുള്ള വാതകം. ഏതായിരിക്കും? നിശ്ചിത താപനിലയിലും പ്രഷറിലും ഏത് വാതകമാണ് പ്രതലത്തിൽ കൂടുതൽ ഫിസിസോർബ് ചെയ്യപ്പെടുക? ഉയർന്ന ക്രിട്ടിക്കൽ താപനിലയിലുള്ള വാതകമായിരിക്കും ഒരു പ്രതലത്തില് കൂടുതൽ ഫിസിസോർബ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് സെറ്റ് 4ലെ 10 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ സെറ്റില് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ടഫായി തോന്നിയ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, നമുക്കിനി സെറ്റ് 5ലേക്ക് പോവാം. സെറ്റ് 5ല് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡ്സോർപ്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അഡ്സോർപ്ഷൻ ഐസോതേമുകൾ, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. 1ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 5ാമത്തെ സെറ്റിലെ 1ാമത്തെ ചോദ്യം, ഒരു അഡ്സോർബന്റിന്റെ ഉപരിതല വിസ്തീർണം വർദ്ധിക്കുമ്പോൾ അഡ്സോർപ്ഷന്റെ അളവിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? ഒരു അഡ്സോർബന്റിന്റെ ഉപരിതല വിസ്തീർണം വർദ്ധിക്കുമ്പോൾ അഡ്സോർപ്ഷന്റെ അളവിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു? ഓപ്ഷൻ എ കുറയുന്നു. ഓപ്ഷൻ ബി കൂടുന്നു. ഓപ്ഷൻ സി മാറ്റമില്ല. ഓപ്ഷൻ ഡി ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അഡ്സോർബന്റിന്റെ ഉപരിതല വിസ്തീർണം വർദ്ധിക്കുമ്പോൾ അഡ്സോർപ്ഷന്റെ അളവിൽ മാറ്റം സംഭവിക്കുന്നു, കൂടുന്നു അല്ലെ? അത് തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 2, താപനില വർദ്ധിക്കുമ്പോൾ ഭൗതിക ആഗിരണം അല്ലെങ്കിൽ ഫിസിക്സ് ഓപ്ഷൻ സാധാരണയായി എങ്ങനെ മാറുന്നു? താപനില കൂടുമ്പോൾ ഫിസിക്സ് ഓപ്ഷൻ എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ എ കൂടുന്നു. ഓപ്ഷൻ ബി കുറയുന്നു. ഓപ്ഷൻ സി മാറ്റമില്ല. ഓപ്ഷൻ ഡി ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്നു. താപനില കൂടുമ്പോൾ ഫിസിക്സ് ഓപ്ഷൻ കുറയുന്നു. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെയും കറക്റ്റ് ആൻസർ. താപനില വർദ്ധിക്കുമ്പോൾ ഫിസിക്സ് ഓപ്ഷൻ കുറയുന്നു. അഡ്സോർബന്റിന്റെ ഉപരിതല വിസ്തീർണം വർദ്ധിക്കുമ്പോൾ അഡ്സോർപ്ഷൻ കൂടുന്നു. ഇനി 3ാമത്തെ ചോദ്യം, സെറ്റ് 5ലെ 3ാമത്തെ ചോദ്യം, ഒരു വാതകത്തിന്റെ അഡ്സോർപ്ഷൻ വാതകത്തിന്റെ ഏത് സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു?
വാതകത്തിന്റെ അഡ്സോർപ്ഷൻ വാതകത്തിന്റെ ഏത് സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ സാന്ദ്രത മാത്രം, ഓപ്ഷൻ ബി താപനില മാത്രം, ഓപ്ഷൻ സി ലിക്വിഫാക്ഷൻ എളുപ്പമാണോ എന്നത്, ഓപ്ഷൻ ഡി തന്മാത്രാഭാരം മാത്രം. വാതകത്തിന്റെ അഡ്സോർപ്ഷൻ വാതകത്തിന്റെ ലിക്വിഫാക്ഷൻ എളുപ്പമാണോ എന്നതിനെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ വാതകത്തിന്റെ അഡ്സോർപ്ഷൻ വാതകത്തിന്റെ ഏത് സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു? ഓപ്ഷൻ സി ലിക്വിഫാക്ഷൻ എളുപ്പമാണോ എന്നതാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമുക്ക് സെറ്റ് 5-ലെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഡ്സോർപ്ഷൻ ഐസോതേം എന്തിനെ കുറിച്ചുള്ള വിവരണമാണ് നൽകുന്നത്? അഡ്സോർപ്ഷൻ ഐസോതേം എന്തിനെ കുറിച്ചുള്ള വിവരമാണ് നൽകുന്നത്? ഓപ്ഷൻ എ താപനിലയിലുള്ള വ്യതിയാനത്തിനനുസരിച്ച് അഡ്സോർപ്ഷന്റെ അളവ് ആണോ? ഓപ്ഷൻ ബി പ്രഷറിലുള്ള വ്യതിയാനത്തിനനുസരിച്ച് അഡ്സോർപ്ഷന്റെ അളവ് സ്ഥിരമായ താപനിലയിൽ ആണോ? ഓപ്ഷൻ സി അഡ്സോർബന്റിന്റെ ഉപരിതല വിസ്തീർണത്തിലുള്ള വ്യതിയാനത്തിനനുസരിച്ച് അഡ്സോർപ്ഷന്റെ അളവ്. ഓപ്ഷൻ ഡി സമയത്തിനനുസരിച്ച് അഡ്സോർപ്ഷന്റെ അളവ്. നമുക്കറിയാം അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്ക് ഈ ഒരു ടേമിൽ നിന്ന് കിട്ടും. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതാണ്, സ്ഥിരമായ താപനിലയിൽ ഓപ്ഷൻ ബി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്ഷൻ ബി പറയുന്നത് എന്താ? പ്രഷറിലുള്ള വ്യതിയാനത്തിനനുസരിച്ച് അഡ്സോർപ്ഷന്റെ അളവ് സ്ഥിരമായ താപനിലയിൽ. അതാണ് അഡ്സോർപ്ഷൻ ഐസോതേം നൽകുന്ന വിവരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അടുത്ത 5ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രധാന അഡ്സോർപ്ഷൻ ഐസോതേം? ചാൾസ് നിയമം, ബോയിൽ നിയമം, ലാങ്മിയർ ഐസോതേം, ജൂൾ തോംസൺ എഫക്ട്. അതിൽ തന്നെ ഉണ്ട് ഐസോതേം ഏതാണ്? ലാങ്മിയർ ഐസോതേം ആണ് താഴെ പറയുന്നവയിൽ ഒരു പ്രധാന അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലാങ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? അപ്പൊ ലാങ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേം എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നാണ് 6ാമത്തെ ചോദ്യം സെറ്റ് 5-ലെ. ഓപ്ഷൻ എ മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ, ഓപ്ഷൻ ബി ഹോമോജീനിയസ് ഉപരിതലത്തിലെ മോണോലെയർ അഡ്സോർപ്ഷൻ, ഓപ്ഷൻ സി ഹെറ്ററോജീനിയസ് ഉപരിതലത്തിലെ മോണോലെയർ അഡ്സോർപ്ഷൻ, ഓപ്ഷൻ ഡി ഹെറ്ററോജീനിയസ് ഉപരിതലത്തിലെ മൾട്ടി ലെയർ അഡ്സോർപ്ഷൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹോമോജീനിയസ് ഉപരിതലത്തിലെ മോണോലെയർ അഡ്സോർപ്ഷൻ. അതായത് ലാങ്മിയർ അഡ്സോർപ്ഷൻ മെയിൻലി ഗേഷ്യസ് കമ്പോണന്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹോമോജീനിയസ് ഉപരിതലത്തിലെ മോണോലെയർ അഡ്സോർപ്ഷനെ റിലേറ്റ് ചെയ്യുന്നതാണ് ലാങ്മിയർ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. അടുത്ത 7ാമത്തെ ചോദ്യം, ഫ്രോൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ഏത് തരം ബന്ധമാണ് നൽകുന്നത്? ഫ്രോൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം അഡ്സോർപ്ഷന്റെ അളവും താപനിലയും തമ്മിലുള്ള ബന്ധം, അഡ്സോർപ്ഷന്റെ അളവും സമയവും തമ്മിലുള്ള ബന്ധം, അഡ്സോർപ്ഷന്റെ അളവും പ്രഷറും തമ്മിലുള്ള ബന്ധം, അഡ്സോർപ്ഷന്റെ അളവും ഉപരിതല വിസ്തീർണവും തമ്മിലുള്ള ബന്ധമാണ് നൽകുന്നത്. ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? ഫ്രോൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ഏത് തരം ബന്ധമാണ് നൽകുന്നത്? അഡ്സോർപ്ഷന്റെ അളവും പ്രഷറും തമ്മിലുള്ള ബന്ധം. അതായത് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അഡ്സോർപ്ഷന്റെ അളവും പ്രഷറും തമ്മിലുള്ള ബന്ധമാണ് ഫ്രോൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം തരുന്നത്. 8ാമത്തെ ചോദ്യം, ഫ്രോൺലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമിലെ 1/n ന്റെ മൂല്യം എന്തിനെ സൂചിപ്പിക്കുന്നു? അവിടെ നമ്മൾ 1/n k is directly proportional to p to the power 1/n എന്ന് കണ്ടില്ലേ? അവിടെ 1/n ന്റെ മൂല്യം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ താപനിലയുടെ സ്വാധീനം, ഓപ്ഷൻ ബി പ്രഷറിന്റെ സ്വാധീനം, ഓപ്ഷൻ സി അഡ്സോർബന്റിന്റെ സ്വഭാവം, ഓപ്ഷൻ ഡി അഡ്സോർപ്ഷന്റെ തീവ്രത. അപ്പൊ p⁻1/n എന്താണ് 1/n ഡിനോട്ട് ചെയ്യുന്നത്? അഡ്സോർപ്ഷന്റെ തീവ്രതയാണ് ഈ 1/n എന്ന് പറയുന്ന മൂല്യം സൂചിപ്പിക്കുന്നത്. ഓക്കെ അല്ലെ? സെറ്റ് 5-ലെ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഉയർന്ന പ്രഷറിൽ ലാങ്മിയർ ഐസോതേം എങ്ങനെ പെരുമാറുന്നു? ഉയർന്ന പ്രഷറിൽ ലാങ്മിയർ ഐസോതേം എങ്ങനെ പെരുമാറുന്നു? ഓപ്ഷൻ എ അഡ്സോർപ്ഷൻ പ്രഷറിന് നേരനുപാതത്തിലാകുന്നു, ഓപ്ഷൻ ബി അഡ്സോർപ്ഷൻ പ്രഷറിനെ ആശ്രയിക്കുന്നില്ല, ഓപ്ഷൻ സി അഡ്സോർപ്ഷൻ പ്രഷറിന്റെ വിപരീത അനുപാതത്തിലാകുന്നു, ഓപ്ഷൻ ഡി അഡ്സോർപ്ഷൻ 0 ഉയർന്ന പ്രഷറിൽ ലാങ്മിയർ ഐസോതേം അങ്ങനെ പെരുമാറുന്നു. ചോദിച്ചാൽ ഉയർന്ന പ്രഷറിലാണെങ്കിൽ അഡ്സോർപ്ഷൻ പ്രഷറിനെ ആശ്രയിക്കുന്നില്ല. ലാങ്മിയർ ഐസോതേം ലോ പ്രഷറിലാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെ? നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞായിരുന്നു. അടുത്തത് 10ാമത്തെ ചോദ്യം, 5ാമത്തെ സെറ്റിലെ 10ാമത്തെ ചോദ്യം ഇതാണ്. ബെറ്റ് ഐസോതേം അല്ലെങ്കിൽ ബ്രൂണർ-എമ്മറ്റ് ടെല്ലർ ഐസോതേം എന്തിനെ വിശദീകരിക്കുന്നു? ബെറ്റ് ഐസോതേം എന്തിനെ വിശദീകരിക്കുന്നു? ഒന്നാമത്തേത് ഓപ്ഷൻ എ വാതകങ്ങളുടെ രാസാഗീരണം, ഓപ്ഷൻ ബി ലായനങ്ങളിൽ നിന്നുള്ള അയോണുകളുടെ ആഗിരണം, ഓപ്ഷൻ സി കര ഉപരിതലത്തിലെ മൾട്ടി ലെയർ വാതക ആഗിരണം, ഓപ്ഷൻ ഡി സുഷിരങ്ങളില്ലാത്ത ഖരവസ്തുക്കളിലെ വാതക ആഗിരണം. അപ്പോ ബെറ്റ് ഐസോതേം എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. ഖര ഉപരിതലങ്ങളിലെ മൾട്ടി ലെയർ വാതക ആഗിരണത്തെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ ബെറ്റ് ഐസോമർസിൽ. ഓക്കെ, ഖര ഉപരിതലങ്ങളിലെ മൾട്ടി ലെയർ വാതക ആഗിരണത്തെ കുറിച്ചാണ് നമ്മൾ ബെറ്റ് ഐസോതേമില് പഠിക്കുന്നത്. ബെറ്റ് ഐസോതേമിൽ നമ്മൾ പഠിക്കുന്നത് എന്താ?
ഖര ഉപരിതലങ്ങളിലെ മൾട്ടി ലെയർ വാതക ആഗിരണം. ഓക്കെ, നമുക്കപ്പോ അടുത്ത 5ാമത്തെ സെറ്റും കഴിഞ്ഞ് നമ്മൾ 6ാമത്തെ സെറ്റിലെ 10 ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഓക്കെ, പോവാലോ അല്ലെ? 6ാമത്തെ സെറ്റിലെ 1ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 1ാമത്തെ ചോദ്യം ഇതാ. ലാങ്മിയർ ഐസോതോം അനുസരിച്ച് താഴ്ന്ന പ്രഷറിൽ അഡ്സോർപ്ഷന്റെ അളവ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു? താഴ്ന്ന പ്രഷറിലാണ്, സോ ഇറ്റ് ഈസ് ഓക്കെ. താഴ്ന്ന പ്രഷറിൽ അഡ്സോർപ്ഷന്റെ അളവ് എങ്ങനെ വ്യത്യാസപ്പെടുന്നു? പ്രഷറിനെ ആശ്രയിക്കുന്നില്ല. ഓപ്ഷൻ എ പ്രഷറിനെ ആശ്രയിക്കുന്നില്ല. ഓപ്ഷൻ ബി പ്രഷറിന് വിപരീത അനുപാതത്തിൽ. ഓപ്ഷൻ സി പ്രഷറിന് നേരനുപാതത്തിൽ. ഓപ്ഷൻ ഡി പ്രഷറിന്റെ വർഗത്തിന് നേരനുപാതത്തിൽ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ലാങ്മിയർ ഐസോതോം പ്രഷറിന് നേരനുപാതത്തിലായിരിക്കും വരുന്നത്. നമ്മൾക്ക് ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെയാ പോകുന്നത് അല്ലെ? അപ്പൊ പ്രഷറിന് നേരനുപാതത്തിലായിരിക്കും ലോ പ്രഷറിൽ. ഓക്കെ, ഇനി ഏത് ഐസോതോമാണ് മൾട്ടി ലെയർ അബ്സോർപ്ഷനെ വിശദീകരിക്കുന്നത്? ഏത് ഐസോതോമാണ് മൾട്ടി ലെയർ അബ്സോർപ്ഷനെ വിശദീകരിക്കുന്നത്? അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ സെറ്റിൽ തന്നെ പഠിച്ചായിരുന്നു. മൾട്ടി ലെയർ അബ്സോർപ്ഷൻ പഠിക്കുന്ന ഏത് ഐസോതോമാണ്? ബെറ്റ് ഐസോതോമാണ് മൾട്ടി ലെയർ അബ്സോർപ്ഷനെ കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ സി. 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ടെംകിൻ ഐസോതോം എന്തിനെ കുറിച്ചുള്ള അനുമാനത്തിലാണ് എത്തുന്നത്? ടെംകിൻ ഐസോതോം. അപ്പൊ ഓപ്ഷൻ എ ഉപരിതലത്തിലെ എല്ലാ അഡ്സോർപ്ഷൻ സൈറ്റുകളെ തുല്യമാണ്. ഉപരിതലത്തിലെ എല്ലാ അഡ്സോർപ്ഷൻ സൈറ്റുകളും തുല്യമാണ്. അഡ്സോർപ്ഷൻ എന്താൽപി ഉപരിതല കവറേജ് കൂടുന്നതനുസരിച്ച് രേഖീയമായി കുറയുന്നു. അഡ്സോർപ്ഷൻ എന്താൽപി ഉപരിതല കവറേജ് കൂടുന്നതനുസരിച്ച് രേഖീയമായി കുറയുന്നു. സി മോണോലെയർ അഡ്സോർപ്ഷൻ മാത്രമേ നടക്കൂ. ഓപ്ഷൻ ഡി വാതക തന്മാത്രകൾ തമ്മിൽ യാതൊരു പ്രതിപ്രവർത്തനവുമില്ല. അപ്പൊ ടെംകിൻ ഐസോതോം എന്തിനെ കുറിച്ചുള്ള അനുമാനത്തിലാണ് എത്തുന്നത്? അഡ്സോർപ്ഷൻ എന്താൽപി ഉപരിതല കവറേജ് കൂടുന്നതനുസരിച്ച് രേഖീയമായി കുറയുന്നു എന്നാണ് ടെംകിൻ ഐസോതോം പറയുന്നത്. അപ്പൊ ടെംകിൻ ഐസോതോം എന്താ പറയുന്നത്? അഡ്സോർപ്ഷൻ എന്താൽപി ഉപരിതല കവറേജ് കൂടുന്നതനുസരിച്ച് രേഖീയമായി കുറയുന്നു എന്നാണ് ടെംകിൻ ഐസോതോം പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ടെംകിൻ ഐസോതോം എന്ന് പറഞ്ഞ വേറൊരു ഐസോതോം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്കിപ്പോ ലാങ്മിയർ ഐസോതോം ഉണ്ട്, ഫ്രോൺലിച്ച് ഐസോതോം ഉണ്ട്, ബെറ്റ് ഐസോതോം ഉണ്ട്, അതുപോലെ തന്നെ ടെംകിൻ ഐസോതോം ഉണ്ട്. ടെംകിൻ ഐസോതോം പറയുന്നത് അഡ്സോർപ്ഷൻ എന്താൽപി ഉപരിതല കവറേജ് കൂടുന്നതനുസരിച്ച് രേഖീയമായി കുറയുന്നു എന്നാണ്. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. സെറ്റ് 6ലെ 4ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ഐസോതോമാണ് ഹെട്രോജീനിയസ് ഉപരിതലങ്ങളിലെ അഡ്സോർപ്ഷൻ വിശദീകരിക്കാൻ കൂടുതൽ അനുയോജ്യമായത്? ചോദ്യം ഇതാണ്. ഹെട്രോജീനിയസ് ഉപരിതലങ്ങളിലെ അഡ്സോർപ്ഷൻ വിശദീകരിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഏതാണ്? അപ്പോൾ ഹോമോജീനിയസ് ആണ് നമ്മൾ പറഞ്ഞു ലാങ്മിയർ ഐസോതോമ. ബെറ്റ് ഐസോതോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിമോളിക്കുലർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞത് ഫ്രോൺലിച്ച് ഐസോതോം ആണ്. ഹെട്രോജീനിയസ് ഉപരിതലങ്ങളിലെ അഡ്സോർപ്ഷൻ വിശദീകരിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഫ്രോൺലിച്ച് ഐസോതോം ആണ്. അടുത്ത 5ാമത്തെ ചോദ്യം. ഒരു അഡ്സോർപ്ഷൻ പ്രക്രിയയിൽ ഉപരിതലത്തിലെ ലഭ്യമായ സൈറ്റുകളുടെ ഒരു നിശ്ചിത അനുപാതം മാത്രമേ അഡ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന പദം ഏതാണ്? ഒരു അഡ്സോർപ്ഷൻ പ്രക്രിയയിൽ ഉപരിതലത്തിലെ ലഭ്യമായ സൈറ്റുകളുടെ ഒരു നിശ്ചിത അനുപാതം മാത്രമേ അഡ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന പദം ഏതാണ്? എ അഡ്സോർപ്ഷൻ എന്താൽപി. ഓപ്ഷൻ ബി ഉപരിതല വിസ്തീർണം. ഓപ്ഷൻ സി ഉപരിതല കവറേജ്. ഓപ്ഷൻ ഡി സജീവീകരണ ഊർജ്ജം. ക്വസ്റ്റ്യൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉപരിതലത്തിലെ ലഭ്യമായ സൈറ്റുകളുടെ ഒരു നിശ്ചിത അനുപാതം എന്ന് പറയുമ്പോൾ ഉപരിതല കവറേജ് ആണ് അവിടെ ഉത്തരം വരുന്നത്. 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബെറ്റ് ഐസോതോം ലാങ്മിയർ ഐസോതോമിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ബെറ്റ് മോണോലെയർ അബ്സോർപ്ഷനെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. തെറ്റ്. ബെറ്റ് മൾട്ടിമോളിക്കുലർ ആണ് അല്ലെ? ഓപ്ഷൻ ബി ബെറ്റ് മൾട്ടിലെയർ അബ്സോർപ്ഷനെ പരിഗണിക്കുന്നു. ഓക്കെ, ബെറ്റ് താഴ്ന്ന പ്രഷറിലുള്ള അബ്സോർപ്ഷനെ മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ഓപ്ഷൻ ഡി ബെറ്റ് ഉയർന്ന താപനിലയിലുള്ള അഡ്സോർപ്ഷനെ മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. നമ്മുടെ ചോദ്യം ഇതാണ്. ബെറ്റ് ഐസോതോം ലാങ്മിയർ ഐസോതോമിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോ ഇവിടെ നമുക്ക് ബെറ്റ് മൾട്ടി ലെയർ അബ്സോർപ്ഷനെ പരിഗണിക്കുന്നു. അത് ബെറ്റിന്റെ മാത്രമുള്ള ഒരു ഇതാണ്. ബെറ്റ് താഴ്ന്ന പ്രഷറിലുള്ള അഡ്സോർപ്ഷനെ മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. അപ്പോ ഇവിടെ ബെറ്റ് ഐസോതോം ലാങ്മിയർ ഐസോതോമിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അടുത്തത് ബെറ്റ് ഉയർന്ന താപനിലയിലുള്ള അഡ്സോർപ്ഷനെ മാത്രമേ വിശദീകരിക്കുന്നു. ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ബെറ്റ് മൾട്ടി ലെയർ അഡ്സോർപ്ഷനെ പരിഗണിക്കുന്നുള്ളൂ. ബെറ്റ് ഐസോമും ലാങ്മിയർ ഐസോതോമിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബെറ്റ് മൾട്ടി ലെയർ, ലാങ്മിയർ മോണോലെയർ. ഓക്കെ, അല്ലെ യൂണിലെയർ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോകാം. അഡ്സോർപ്ഷൻ ഐസോതോം വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സാധാരണയായി എന്തൊക്കെയാണ് നൽകുന്നത്? അഡ്സോർപ്ഷൻ ഐസോതോമില് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സാധാരണയായി എന്തൊക്കെയാണ് നൽകുന്നത്? ഐസോതോം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് താപനില എന്ന് പറയുന്നത് നമ്മുടെ
ആക്സിസിൽ കാണിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശരിയല്ല. ഓപ്ഷൻ ബി എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിസിൽ സമയത്തിന്റെ അളവും, നമ്മൾ സമയം എടുക്കുന്നില്ല. സോ ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിസിൽ സ്ഥിരമായ താപനിലയിലെ അഡ്സോർപ്ഷന്റെ അളവും, സ്ഥിരമായ താപനിലയിലെ അഡ്സോർപ്ഷന്റെ അളവ് ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡിയും കൂടെ നോക്കാം. എക്സ് ആക്സിസിൽ ഉപരിതല വിസ്തീർണവും വൈ ആക്സിസിൽ പ്രഷറും, അത് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എക്സ് ആക്സിസിൽ പ്രഷറും വൈ ആക്സിസിൽ സ്ഥിരമായ താപനിലയിലെ അഡ്സോർപ്ഷന്റെ അളവുമാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 8ാമത്തെ ചോദ്യം ഇതാണ്: ഫ്രോൺലിച്ച് ഐസോതേർം ഉയർന്ന പ്രഷറിൽ പരിമിതികൾ കാണിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഫ്രോൺലിച്ച് ഐസോതേർം ഉയർന്ന പ്രഷറിൽ പരിമിതികൾ കാണിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഉപരിതലത്തിലെ എല്ലാ സൈറ്റുകളും ഒരേപോലെ ലഭ്യമല്ല. ഓപ്ഷൻ എ ഒരു നിശ്ചിത പരിധിക്ക് ശേഷം അഡ്സോർപ്ഷൻ വർദ്ധിക്കുന്നില്ല. ഓപ്ഷൻ സി മൾട്ടി ലെയർ രൂപീകരണം പരിഗണിക്കാത്തത് കൊണ്ട്. ഓപ്ഷൻ ഡി താപനില സ്ഥിരമായി നിലനിർത്താത്തത് കൊണ്ട്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മൾട്ടി ലെയർ രൂപീകരണം പരിഗണിക്കാത്തത് കൊണ്ടാണ് ഫ്രോൺലിച്ച് ഐസോതേർം ഉയർന്ന പ്രഷറിൽ പരിമിതികൾ കാണിക്കുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യം നോക്കാം. ഒരു നല്ല അഡ്സോർബന്റ് ഉയർന്ന ഡാഷ് ഉണ്ടായിരിക്കണം. നല്ല അഡ്സോർബന്റിന്റെ ഉയർന്ന ഇതാണ് കേട്ടോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉദ്ദേശിച്ചത്. ഒരു നല്ല അഡ്സോർബന്റിന് ഉയർന്ന ഡാഷ് ഉണ്ടായിരിക്കണം. എന്തായിരിക്കും? സാന്ദ്രത, ഉപരിതല വിസ്തീർണം, താപനില, തന്മാത്രാഭാരം. അപ്പൊ നല്ലൊരു അഡ്സോർബന്റിന് ഉപരിതല വിസ്തീർണമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ 9, ക്വസ്റ്റ്യൻ 9ന്റെ ആൻസർ ഉപരിതല വിസ്തീർണം എന്നാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഇതാണ്: കെമീസ് ഓപ്ഷൻ ഐസോതേർമുകൾ ഫിസിസ് ഓപ്ഷൻ ഐസോതേർമുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ക്വസ്റ്റ്യൻ ഇതാണ്: കെമീസ് ഓപ്ഷൻ ഐസോതേർമുകൾ ഫിസിസ് ഓപ്ഷൻ ഐസോതേർമുകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കെമീസ് ഓപ്ഷൻ ഐസോതേർമുകൾ താഴ്ന്ന പ്രഷറിൽ പ്ലാറ്റോയിലെത്തുന്നു. ഓപ്ഷൻ ബി കെമീസ് ഓപ്ഷൻ ഐസോതേർമുകൾ ഉയർന്ന പ്രഷറിൽ പ്ലാറ്റോയിലെത്തുന്നു, കാരണം മോണോലെയർ രൂപീകരണം നടക്കുന്നു. ഓപ്ഷൻ സി കെമീസ് ഓപ്ഷൻ ഐസോതേർമുകൾ താപനിലയെ ആശ്രയിക്കുന്നില്ല. ഓപ്ഷൻ ഡി കെമീസ് ഓപ്ഷൻ ഐസോതേർമുകൾ രേഖീയമാണ്. വേഗം ഉത്തരം പറഞ്ഞു. ഓക്കെ, സൂപ്പർ. അപ്പോ കെമീസ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മോണോലെയർ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നത് അല്ലെ? മോണോലെയർ അബ്സോർപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രഷറിൽ അത് പ്ലാറ്റോയിലെത്തുന്നു, കാരണം മോണോലെയർ രൂപീകരണം നടക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളവർ ദയവായി ഒന്ന് കമന്റ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.